Good morning. അപ്പം വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡാഫോഡിൽസ്. അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ കണ്ടുപോലെ തന്നെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെത് മാത്രമല്ല പാറുൻ്റെയും കൂടി നമ്മുടെ രണ്ടാളൊരു ഡേ ഇൻ മൈ ലൈഫാണ്. സോ അപ്പം നമുക്ക് ഇന്ന് നാളെ ന്യൂ ഇയർ അല്ലേ, അപ്പം ഇന്ന് അതിൻ്റെ വായനശാലയിലൊരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം അതിനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ഞാനും പാറും ആദ്യമായിട്ട് കളിക്കുന്നുണ്ട് ഡാൻസ് കേട്ടോ. ഇങ്ങനെ ഭരതനാട്യമാണ് ആദ്യമായിട്ട് കളിക്കുന്നത്. അല്ലാണ്ടൊക്കെ പാറ് കുറേ പ്രാവശ്യം കളിച്ചിട്ടുണ്ട്. നമ്മൾ എണീറ്റ് വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഡ്രസ്സ്, ആ വൈറ്റ് റെഡ് എൻ്റെതും ഈ യെല്ലോ അത് പാറുൻ്റെയാണ്. സോ പിന്നെ എനിക്കൊരു പ്രൈസും വാങ്ങാൻ പോകാനുണ്ട്. സോ അപ്പോൾ ഞാൻ എന്താ ചെടിക്കൊക്കെ വെള്ളം നനച്ചിട്ട് ആ പത്രമൊക്കെ എടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊക്കെ വായിക്കും, വലിയതൊന്നുമില്ല, എന്തായാലും വായിക്കും. ടൈറ്റിൽസ് മാത്രം, അതിനെ വിശദീകരിച്ച ഭാഗങ്ങളൊന്നും വായിക്കില്ല. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് പാറുടെയും എൻ്റെതും. നമ്മുടെ അടുത്തുള്ളൊരു വായനശാലയിലൊരു പരിപാടിയുണ്ട്. അപ്പം ഞാൻ അവിടെ ഒരു നമ്മൾ രണ്ടാളും ഭരതനാട്യമാണ് ചെയ്യുന്നത്. സോ ഞാൻ അവിടെ ഒരു രംഗനാഥൻ്റെ ഒരു സ്തുതിയാണ് ചെയ്യുന്നത്. പാറു കുഴലൂതി മനമെല്ലാം ആ ഒരു പാട്ട് അതാണ് ചെയ്യുന്നത് കേട്ടോ. പാറു ഫസ്റ്റ് ടൈമാണ് ഭരതനാട്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു അരങ്ങേറ്റം പോലെ തന്നെ പാറുടെ. സോ അങ്ങനെയാണ്. അപ്പം ഇന്ന് അത് തുടങ്ങാൻ 8 മണിയാവും. നമ്മളതൊക്കെ ഒരു 11 മണിക്കൊക്കെയാണ് തുടങ്ങുക. 54 പരിപാടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ മേക്കപ്പൊക്കെ സെൽഫായിട്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് രണ്ടാക്കും. പിന്നെ അതേപോലെ തന്നെ എനിക്കൊരു പ്രൈസ് വാങ്ങാൻ പോകാനുണ്ടായിരുന്നു പറഞ്ഞിട്ടില്ല. അപ്പം ഹാപ്പിനെസ് ഫെസ്റ്റിവലിൻ്റെ ഭരതനാട്യം ഓപ്പൺ ഷോൾ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ഞാനൊരു ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഡ്രസ്സ് മേക്കപ്പിലെല്ലാം കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ പാടെടുത്തിട്ട് കേട്ടോ. അപ്പോൾ എനിക്കതിൽ ഫസ്റ്റ് പ്രൈസാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രൈസ് വാങ്ങൽ ഇന്ന് 5 o'clock ഉണ്ടാവും. സോ അതിനും നമുക്ക് പോകണം. അതാണ് നമ്മുടെ ഇന്നത്തെ ദിവസം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്മളിതായിപ്പോൾ ഓപ്പൺ ടെറസിലാണ് ഉള്ളത്. എനിക്ക് വാഷിംഗ് മെഷീൻ ചെറുങ്ങനെ അലക്കാനൊക്കെ പാറത്ത് ഇവിടുന്ന് എക്സസൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ അത് കണ്ടിട്ട് ഞാൻ കുറച്ച് സമയം ചെയ്തു. ഇനി ഞാൻ യോഗ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ യോഗ ചെയ്തു. പിന്നെ പാറുതാ പല്ലേക്ക് പോയി. ഞാനപ്പോഴത്തേക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കാൻ വിചാരിച്ചു. അത് അവിടെ ഇങ്ങനെ അലങ്കോലമായിട്ട് ഇങ്ങനെ നമ്മൾ ശങ്കറിനാണ് കേട്ടോ എടുത്തത്. ബ്ലൗസ് ഞാനിപ്പോൾ മടക്കി വെച്ചിട്ടില്ല, കാരണം അത് ഓൾട്ടർ ചെയ്യാനുണ്ടായിരുന്നു. സോ ഞാൻ ഇനി പോയി പല്ലിക്കാം. നമ്മളിതാ നല്ല പെട്ടും കടലക്കറിയും കഴിച്ചു. അത് നല്ല വിശന്ന് കഴിച്ചുകൊണ്ട് നമ്മളത് എടുത്തിട്ടില്ല കേട്ടോ. അപ്പം നമ്മളിതാ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതാ ശങ്കറിന് ചെറിയൊരു ചിരങ്ക വാങ്ങിച്ചിരുന്നു. എൻ്റെ ചിരങ്ക ഭയങ്കര വലുതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് വാങ്ങിച്ചു. ഫോണിന് തീരെ ചാർജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ഞാൻ ചാർജിങ് കുത്തിയോണ്ട് നമ്മൾ പിന്നെ ഒന്നും എടുത്തില്ല. നമ്മൾ പിന്നെ റെസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. അപ്പോഴേക്കും അമ്മ സ്വിഗ്ഗിയിൽ നിന്ന് പിസ്സ വാങ്ങിച്ചു. സ്വീറ്റ് കോൺ പിസ്സയും തന്തൂരി പിസ്സയാണ്. അപ്പോൾ ഇതാ പാറുത ഇവിടുന്ന് രണ്ടും കഴിക്കുന്നുണ്ട്. സോ അപ്പോൾ ഞാൻ എല്ലാം എടുത്ത് വെച്ചു. നമ്മുടെ ഷോള്, ലൂസ് പൗഡർ, കോമ്പാക്റ്റ്, പിന്നെ ചെറിയ മേക്കപ്പ് സെറ്റ് നമ്മളിത് ജസ്റ്റ് നമ്മൾ അവിടെ വെച്ചെന്നേലു. പിന്നെ നമുക്കില്ല മിനി കിറ്റ്, മറ്റേ ബ്രഷ് കിറ്റ്, പിന്നെ മോയ്സ്ചറൈസർ, ഫൗണ്ടേഷൻ, നമ്മുടെ ഐലൈനർ, പിന്നെ പൊട്ട്, നമ്മുടെ മറ്റേ പൊട്ടില്ല ഹെയർ പിന്ന്, പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക്ക്, ഐലൈനർ, പിന്നെ ഒരു പഴയ ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ ലിപ് ബാം, പിന്നെ നമ്മൾ ബഡ്സ് എടുത്തു, പിന്നെ ഒട്ടിക്കേണ്ട മൂക്കുത്തിയും പൊട്ടും അതൊക്കെ വെച്ചു. പിന്നെ ഇങ്ങനത്തെ സംഭവം എല്ലാം എടുത്ത് വെച്ചു. പിന്നെ നമ്മൾ 4:30 പോകും കേട്ടോ. ഇതെൻ്റെ ഫ്ലവറാണ് ഹെയർ. നമുക്ക് ഇനി പ്രൈസ് വാങ്ങാനുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി 4:30 നമ്മളിപ്പം പോകും, കുളിച്ച് കഴിഞ്ഞിട്ട് പോകും. അപ്പോൾ എല്ലാം ഓൾട്ടർ ചെയ്തൊക്കെ വെച്ച് മോതിരം, ചന്ദ്രൻ, സൂര്യൻ, നെറ്റിച്ചുട്ടി, കമ്മൽ, പിന്നെ അതെല്ലാം എടുത്ത് വെച്ച്. ബെൽറ്റ് പിന്നെ രണ്ടാക്കും ഒന്ന് തന്നെയാണ് ഇടുന്നത് കേട്ടോ. കാരണം പാറിന് ചിലപ്പോൾ ചന്ദ്രസൂര്യന് വെക്കുമായിരിക്കും, അറിയില്ല. കാരണം ഒരാളത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞാൽ ഞാൻ കളിക്കുന്നത് പാറുൻ്റെ ആണ് ആദ്യം കേട്ടോ. സോ ഞാൻ പോയി കുളിച്ചിട്ട് സുന്ദരിയായിട്ട് നമുക്ക് പ്രൈസ് വാങ്ങാൻ പോകും. ഓക്കെ ബൈ. അപ്പോൾ പിന്നെ നമ്മൾ ലേറ്റ് ആയിട്ടോ. അപ്പോൾ നമ്മൾ വേഗം തന്നെ റെഡിയായി നമുക്ക് സമ്മാനം വാങ്ങിക്കാൻ പോകണ്ടേ. അപ്പം നമ്മൾ റെഡി ആയിട്ടോ. നമുക്ക് നേരെ ധർമ്മശാലയിലേക്ക് പോകാം. ഇതാണ് ഹാപ്പിനെസ് ഫെസ്റ്റിവലിന് നമ്മൾ അകത്തേക്കൂടെ ഒക്കെ കയറി വരുന്നില്ല ചെറിയ ചെറിയ വിഷയം.
മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾക്ക് അനുഭവിച്ച സമയം 1 മണിക്കൂറാണ്. ആ 1 മണിക്കൂർ പരിപാടികളൊക്കെ തുടങ്ങിട്ടോ. നമ്മളെ പ്രൈസ് കൊടുക്കുന്നത് ഗോവിന്ദ മാസ്റ്റർ ആണ് കേട്ടോ. നമ്മുടെ വീട്ടിൻ്റെ അടുത്താണ്. കുറച്ച് ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ട്. ഇത് പാറു ടൈം ലാപ്സിലെടുത്തതാണ് കേട്ടോ. സോ അങ്ങനെ അവസാനം 6 മണിക്ക് നമ്മുടെ മുഖ്യമന്ത്രി വരുന്നത് കൊണ്ട് തന്നെ അവരെ പ്രസംഗിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ വേഗം തന്നെ എനിക്ക് നമ്മളത് കിട്ടി. പിന്നെ എനിക്ക് ഫസ്റ്റ് പ്രൈസ് ആയതുകൊണ്ട് വേഗം തന്നെ കിട്ടി. വേഗം വീട്ടിലേക്ക് വന്നാൽ ഭയങ്കര ലേറ്റ് ആയിട്ടോ. അപ്പോൾ പാറുവിൻ്റെ മേക്കപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ അടിപൊളി. പറഞ്ഞാൽ എനിക്കത് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. അത് ഫാസ്റ്റ് ആക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. പിന്നെ ആദ്യം ചെറുങ്ങനെ കൺമശി വരച്ച കൊള്ളായെങ്കിൽ പിന്നെ ശരിയാക്കി. പിന്നെ എനിക്ക് അധികം ഫൗണ്ടേഷനൊന്നും വാരി തേച്ചില്ല. എനിക്ക് കുറച്ച് ശരിയാവില്ല. പിന്നെ ഓൾറെഡി എനിക്ക് അധികം കുറച്ച് കളർ ഇല്ലോണ്ട് പ്രശ്നമില്ല. പാറിനാണ് ആദ്യമേ ഞാൻ കുറച്ച് പൗഡർ അങ്ങ് ഇട്ട് കൊടുത്തു പോയി. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പൊട്ടൊക്കെ വെച്ച് അടിപൊളിയായി. പാറു ഇപ്പോൾ ഇവിടെ ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അടിപൊളി സുന്ദരിയായിട്ടുണ്ട് പാറു. അപ്പം മമ്മയാണ് ബാക്കി ഡ്രസ്സിങ്ങും പൊട്ട് വെച്ച് തരലും ബാക്കിയെല്ലാം ചെയ്ത മമ്മയാണ്, ഹെയറും എല്ലാം. അപ്പോൾ പരിപാടിയും കഴിഞ്ഞു. പരിപാടിയുടെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് യൂട്യൂബിലിടാം കേട്ടോ. സോ അങ്ങനെ നമ്മൾ അവിടെ വെജ് ബിരിയാണി ഉണ്ടായിരുന്നു ഭക്ഷണം. സോ രണ്ടാളും നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. ഇതായിപ്പോൾ ഞാൻ എന്താ ചായയും കുടിച്ചു. Are you ready? 5, 4, 3, 2, 1. Happy New Year! Happy New Year to all my subscribers. അപ്പോൾ ഈ വർഷം എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു അടിപൊളി വർഷമായിരിക്കട്ടെ. ഓക്കെ. അപ്പോൾ ആ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഈ ഒരു വർഷം ഞാനിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ പാറിന് ആദ്യമായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ക്ഷീണം. അപ്പോൾ പാറു പറഞ്ഞു കേട്ടോ. സോ ബൈ ബൈ. സോ ഗായ്സ് ബൈ ബൈ. അടുത്തതായിട്ട് നമ്മുടെ ഡാൻസിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. സോ ബൈ. ഹാപ്പി ന്യൂ ഇയർ.